ഹായ്, അപ്പോ നെസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് കൊല്ലം പോവുകയാണ്. ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ സ്റ്റുഡിയോയിൽ നിന്ന് രണ്ടുപേരും ലീവാണ്. ഒരാൾ വർക്ക് ഫ്രം ഹോമും ഒരാൾ ലീവ് വെക്കേഷൻ ആണ്. അപ്പൊ ഇന്നിപ്പോ 8-ാം തീയതി ആയി. 9-10-ാം തീയതിയാണ് നമ്മളെ ഷൂട്ട്, ഞായറാഴ്ച. അപ്പൊ ഒരു 10 മോഡൽസോളം ഉണ്ട്. അപ്പൊ കുറച്ച് ഒരു വലിയ ഷൂട്ടാണ്. ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന പറയുന്നതിനൊരു ടാസ്ക് ആണ്. അപ്പോ ഇന്നിപ്പോ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പസിനും വേണം, ഹാൻഡ്ലൂംസിനും വേണം. കുറച്ച് ഡ്രസ്സും സ്റ്റോക്കും കൂടെ എടുക്കണം അതിന്റെ ഇവിടെ നിന്ന്. അത് കുറച്ചേ എടുക്കുള്ളൂ, വളരെ കുറച്ചൊരു 10 പീസിനകത്ത് എടുക്കുന്നുള്ളൂ നമ്മള്. അതിന്റെ ആവശ്യങ്ങൾക്ക് ഷൂട്ടിന്റെ കാര്യങ്ങൾക്കായിട്ടൊക്കെ ഉള്ള മാത്രം. ബാക്കിയൊക്കെ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ പോയി എടുക്കണം. ഇന്ന് അതാണ്. പിന്നെ ഫിറ്റ് ടെസ്റ്റുകളുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പലതും. അപ്പോൾ മോട്ടോഴ്സിന് ഇന്ന് സ്റ്റിച്ചിങ് ഫിനിഷ് ആവണതിനനുസരിച്ച് ഫിറ്റ് ടെസ്റ്റ് ചെയ്യണം നമുക്ക്. അപ്പൊ ഇന്ന് അതൊക്കെയാണ് പ്ലാനുകൾ. ഇന്ന് നമ്മളെ സ്ട്രെങ്തും കുറവാണ്, കുറച്ച് കുഴപ്പമില്ല, നമുക്ക് നാളെ എല്ലാവരും കാണും. അപ്പൊ ബാക്കിയുള്ള അപ്ഡേറ്റുകളെല്ലാം നമ്മൾ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എനിക്ക് എന്റെ ഇടയിൽ ചെറുതായ വയ്യായിക, ജലദോഷമുണ്ട്, കുറച്ച് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ത്രോട്ട് പെയിൻ ഉണ്ട്. ത്രോട്ട് പെയിൻ ഇന്നിപ്പോ പുള്ളി പോയി. ചെറിയൊരു റണ്ണിങ് നോസും കൂടെ ഇന്നുള്ളൂ. അതെനിക്കൊന്നും പുള്ളിയുള്ള കഫും കൂടെ പോയി തീരുമ്പോഴത്തേക്കും ശരിയാവും. ഷൂട്ടിന് മുമ്പ് എന്തായാലും റെഡിയാവും. പണിയുണ്ടല്ലോ, ഒരുപാട് പണിയുണ്ട്. അപ്പൊ നമ്മള് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ലേറ്റായി, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തെന്ന് ഫുഡ് അറേഞ്ച് ചെയ്യണമായിരുന്നു. അന്നത്തെ ഷൂട്ടിന്റെ അന്നത്തേക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തു പോയി. അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ബാക്കി സ്റ്റിച്ചിങ്ങിന്റെ കാര്യങ്ങളൊന്നും കൂടെ പോയി തിരക്കി. ബാക്കി ഇന്ന് നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി ക്ലിപ്പ് കാര്യങ്ങൾ ലിസ്റ്റെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് പർച്ചേസ് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് അതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ പറയാം. ഇനിയിപ്പോൾ ഇതിന്റെ ഇടയിൽ പോയി നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ ഫിറ്റ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കണം. അതെങ്ങനെയാന്നുള്ളത് ഒരു സ്റ്റിച്ചിങ്ങിന്റെ അവിടെ നിന്ന് വിളിച്ചില്ല ഇതുവരെ. ഇന്നും പറ്റുന്നത്രയും ഇന്ന് തന്നെ ഫിറ്റ് ടെസ്റ്റ് ചെയ്യും. ബാക്കി നാളെ, കാരണം അല്ലെങ്കിൽ എല്ലാം ഒരു ദിവസം ആയിപ്പോയി കഴിഞ്ഞാൽ പാടാവും. നമുക്ക് പിന്നെ ഓർണമെന്റ്സ് പറഞ്ഞ പോലെ അഗീരയിൽ പോയി ഓർണമെന്റ്സ് നമുക്ക് സെലക്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പൊ നമ്മള് സ്റ്റോക്ക് എടുത്ത് കുറച്ച് ചിന്നക്കട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എടുത്തത്. അവിടെ ആകുമ്പോഴത്തേക്കും കുറച്ച് ഹോൾസെയിൽ മാർക്കറ്റ് പോലത്തെ സ്ഥലമാണത്. അവിടെ നമുക്ക് കുറച്ച് ലേബത്തിന് കിട്ടും. അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ ഈ കണ്ണി വെക്കുന്ന ലെൻസ് കിട്ടുന്നത് ഫാൻസി കടകളാണ്. ഇവിടെ കയറിയപ്പോഴാണ് പറഞ്ഞത് അത് മൊബൈൽ കടയിൽ കിട്ടും. അതൊരു എന്ത് ലോജിക് എന്ന് മാത്രം മനസ്സിലാവണില്ല. നമുക്കൊരു ആശ്ചര്യമുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ആദ്യം കേൾക്കണം. നമുക്ക് അവിടെയൊക്കെ അത് ഫാൻസി കടയിൽ തന്നെയാണ് കിട്ടുന്നത്. നോർമലി ഫാൻസി കടയിലാണ് അത് കിട്ടുന്നത്. ഇവിടെ മൊബൈൽ കട ചോദിച്ചത് നമ്മൾ ഒരു അല്പം ക്ലിയർ മറന്നു. നമ്മളിനി ആക്കിയതാണോ ആദ്യം സംശയം ഉണ്ടായിരുന്നത്. പിന്നീടാണ് പുള്ളിയെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് അങ്ങനെ തന്നെ ചോദിച്ചു, കണ്ണില് വയ്ക്കാൻ. അപ്പൊ പറഞ്ഞല്ല, അത് ഇവിടെയൊക്കെ കടലാണ്, ഇവിടെ ആരും ചോദിച്ചു വരാറില്ല. ഞങ്ങൾക്ക് അവിടെയൊക്കെ എറണാകുളത്തൊക്കെ അങ്ങനെ തന്നെ ഒന്ന് പുള്ളി പറഞ്ഞു. നമുക്ക് അവിടേക്കും അപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞു. നമ്മൾ എത്തിയിട്ട് ഓർണമെന്റ്സിന്റെ കൂടെ ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് ഫിറ്റ് ചെക്ക് ഒന്ന് തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കൊല്ലത്ത് തിരിച്ചെത്തി. നമ്മൾ ഫുഡ് കഴിച്ചു, ഇപ്പോഴാണ് കഴിച്ചത്. ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് ഫിറ്റ് ചെക്കിന്റെ കാര്യം പറയാം. ഞാൻ ഫിറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മളെ മുണ്ടും കുറച്ച് ഷർട്ടും അവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ട് പോയി പിക്ക് ചെയ്യണം. അപ്പൊ നമ്മളെ ഓണം ഷൂട്ടിനുള്ള കുറെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ധാവണി സെറ്റ്, നമ്മൾ ഷേപ്പ് അടിക്കാനും സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് തുണി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പസിന് വേണ്ടി കുറച്ച് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഷർട്ടും പിന്നെ അതിന്റെ കോമ്പിനേഷൻ മുണ്ടുകളും ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ഡിസൈൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡിസൈൻ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പ്രിന്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പം ഇത്ര നേരം കറണ്ട് ഇല്ലായിരുന്നു. ബാക്കിയെല്ലാം ബാക്കപ്പിൽ വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് പ്രിന്റും ഹീറ്റ് പ്രസ്സും നമ്മൾ എന്തായാലും കറണ്ട് ഉണ്ടെങ്കിലേ പറ്റൂ. ഇതൊരു സെറ്റും ഉണ്ട്, അതിലും പ്രിന്റ് ചെയ്യാൻ, നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വെറൈറ്റി ഡിസൈൻ ആണ്. ഡ്രേപ്പ് ചെയ്യണതും ഒരു പ്രത്യേക രീതിയിലായിരിക്കും. സ്റ്റൈൽ ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് സ്റ്റൈലിംഗ് ആണ്. അപ്പൊ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ മാക്സിമം ഏകദേശം എല്ലാം കവർ ചെയ്തു. ഇനി നാളത്തേക്ക് വീണ്ടും ഉണ്ട്. ഇന്ന് മൊത്തം തിരക്കായതുകൊണ്ട് നടന്നില്ല. ഒരാള് ലീവുമാണ്. ഇനി നാളത്തേക്ക് ബിസിയാണ്, ഫുള്ള് ബിസിയാണ്. നാളെ വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് തന്നെ സത്യം പറഞ്ഞ അറിഞ്ഞോളൂ. നോക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വീണ്ടും വരുന്നതാണ്.